അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ കിട്ടിയതോടുകൂടി എനിക്ക് സ്വസ്ഥമായി. കാരണം ഒരു വർഷം പോകുന്നില്ലല്ലോ. ഒരു വർഷമൊക്കെ പോകുമെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുമോ? ഡിഗ്രി എടുക്കണം എന്നുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഇനി 3 വർഷം അവിടെ കഴിയുക എന്നുള്ള ഉദ്ദേശം മാത്രമേ തൽക്കാലം മനസ്സിലുള്ളൂ. എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദന ഉണ്ടായി. എന്താണത്? എന്തായാലും ഫാറ്റ്മയിൽ അഡ്മിഷൻ കിട്ടാതാണല്ലോ ഞാൻ പോകുന്നത്. എങ്ങനെ കിട്ടാതെ പോയി? അവിടെ എല്ലാ മണ്ഡലങ്ങളിലും നന്നായിട്ട് പെർഫോം ചെയ്ത് കോളേജിന് സൽപ്പേരുണ്ടാക്കി കൊടുത്ത് പഠിക്കുന്നതിലും നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ടും ഞാൻ അവിടെ നിന്ന് നിഷ്കാസിതനാകുകയാണ്. അല്ലേ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിക്ക് എനിക്ക് അവിടെ അഡ്മിഷൻ തരാനുള്ള യോഗ്യതയില്ല എന്നാണല്ലോ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിൽ തന്നെയും ഞാനവിടെ നിന്ന് നിഷ്കാസിതനായല്ലോ എന്നുള്ള ദുഃഖം അതെനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ജീവിതത്തിലാണ് ഓരോ ഘട്ടത്തിലും അവർക്ക് നിഷ്കാസിതരായ വിഷമമുണ്ടാവും. ആലോചിച്ചറിയാൻ പറ്റും. നമുക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ നമ്മൾ തഴഞ്ഞല്ലോ, എനിക്ക് കിട്ടേണ്ട ആണല്ലോ അവിടെ തന്നില്ലല്ലോ എന്നൊരു ചെറിയ വേദന. ഇത് യഥാർത്ഥത്തിൽ ഒരു കമേഴ്സ്യൽ ഫോർമുലയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെയോ ഒരു ചെറിയ വാശി വരും. ശരി നടക്കട്ടെ, നമുക്ക് കാണാം എന്ന് നിശബ്ദമായി നമ്മൾ പറയും. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പലയിടത്തും പലരോടും പറഞ്ഞു കാണും. അത് ഒരു പ്രമേയമാണ്. അതായത് റിട്ടേൺ ഓഫ് ദ പ്രോഡിഗൽ എന്ന് പറയും. ആ സബ്ജക്റ്റ് അങ്ങനെയാണ്. അതായത് മുടിയനായ പുത്രൻ്റെ തിരിച്ചു വരവ്. അതായത് ഇവിടുത്തെ പീഡനങ്ങൾ അനുഭവിച്ചിട്ട് അവസാനം കയറി വരിക, റോഡിൽ ചെരുപ്പൂത്തി വരുന്നിട്ട് അവൻ പ്രസിഡൻ്റായി മാറുക. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ അടിച്ചുകളിക്കാരുടെ മോൻ. ഒരുപാട് മലയാള സിനിമയിലെ അല്ലെങ്കിൽ സാഹിത്യത്തിൽ ഒരുപാട് കഥകളതാണ്. അവൻ ആ വീട്ടിൽ എന്താ പറയുന്നത്, വെറും ബാല്യക്കാരനാണ് നിന്ന് ജോലി ചെയ്ത് പിന്നെ അവൻ ദുബായിൽ പോയി കാശൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഈ കുടുംബം ക്ഷയിക്കും. അപ്പോൾ ആ കുടുംബം ആ തറവാടവൻ വിലയ്ക്ക് വാങ്ങുക. റിട്ടേൺ ഓഫ് ദ പ്രോഡികളാണ് വാങ്ങുക. അതിലുണ്ടാകാവുന്നൊരു സന്തോഷം അത് പല ചിത്രങ്ങളുടെയും പല കഥകളുടെയും പ്രമേയമാണ്. അതേപോലൊരു തോന്നൽ എനിക്ക് തോന്നി. എന്തെങ്കിലും ആരോ പറയുന്ന പോലെ എനി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ഫീലിംഗ് നമുക്ക് വന്നു. അത് സംഭവിച്ചു എന്നുള്ളിടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. അതായത് പിന്നെ ഞാൻ പെട്ടെന്നൊരു ഫ്ലാഷ് ഫോർവേഡ് പോവാണ്. ഞാൻ അവിടുന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നു. അവിടുന്ന് ഞാൻ നാനയിൽ വന്നു, മദ്രാസിൽ വന്നു, സിനിമയിൽ വന്നു. സിനിമയിൽ എന്താ പറയുന്നത്, എല്ലാ രീതിയിലും സ്വീകാര്യത നേടിയ ഒരു ചലച്ചിത്രകാരനായിട്ട് വന്ന് ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് എനിക്ക് അവസാനം ഒരു ദേശീയമായൊരു അവാർഡ്, ഒരു പുരസ്കാരം കിട്ടി. അതായത് ബെസ്റ്റ് ആക്ടർ. ആ ബെസ്റ്റ് ആക്ടർ ഞാൻ എപ്പോഴും എടുത്ത് അടിവരായിട്ട് പറയും. സ്വന്തമായിട്ട് രചനയും സംവിധാനവും നിർമ്മിച്ച് അതിൽ അഭിനയിച്ച് ഇന്ത്യയിൽ ബെസ്റ്റ് ആക്ടറായ ഏക വ്യക്തി ഞാനാണെന്നുള്ളത് എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്, ആത്മപ്രശംസ കൊണ്ട് പറയുകയില്ല. അപ്പോൾ എനിക്കും സുരേഷ് ഗോപിക്ക് ഒരുമിച്ചാണ് കിട്ടിയത്. എനിക്കൊന്ന് സുരേഷ് ഗോപി മാനസികമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഷെയർ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് എന്തോ ഒരു മനസ്സിന് ഒരു നേരിയ വിഷമം ഉണ്ടായോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ സമയത്ത് പല പത്രക്കാരും വന്ന് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഇട്ടപ്പോൾ അത് പലപ്പോഴും ആരുടെയൊക്കെ പ്രേരണ കൊണ്ടത് വേണ്ടാന്ന് വെച്ചു. അതൊക്കെ ഉണ്ടായി അവിടെ. ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞൊരു അന്ന് ഇപ്പോൾ ഇല്ല മലയാളം വേർഷൻ, അവർ കവറടിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ മാത്രം ഒഴിച്ച് എൻ്റെ അടിച്ചില്ല. അതാണ് ഇവിടുത്തെ പത്രധർമ്മം. അതൊക്കെ ഞാൻ പത്രക്കാരനെ വന്നുകൊണ്ട് എനിക്കതൊക്കെ കണ്ട് രസിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നാളെ ബാധിക്കുന്നില്ല. ഞാൻ കൂട്ടത്തിൽ ഇത് കണ്ടെല്ലാം നിങ്ങളോട് പറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഏതോ കുബുദ്ധിയിൽ വെച്ചോളൂ, പാവം, അയാൾ ആശ്വസിക്കട്ടെ. എനിവേ, അപ്പം ഞങ്ങൾ രണ്ടുപേരെയും കിട്ടിയപ്പോൾ സുരേഷ് ഗോപിയും ഫാത്തിമ കോളേജിൽ വിദ്യാർത്ഥിയാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടുത്തെ കമ്മിറ്റി തീരുമാനിക്കുകയാണ് ബാലചന്ദ്ര മേനോനും സുരേഷ് ഗോപിയും വിളിച്ച് ഫാത്തിമ കോളേജ് അങ്കണത്തിൽ വെച്ചൊന്ന് ആദരിക്കണം. നല്ല കാര്യമാണ്. ആദരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട അതിൻ്റെ കർമ്മി എന്ന് പറയുന്ന ആൾ ഈ റൊസാറിയോ അച്ഛനാണ്, ഫാദർ റൊസാറിയോ. ഞാൻ പറഞ്ഞില്ലേ എന്നെ സ്നേഹപൂർവ്വം തലോടാറുള്ള, എനിക്ക് വളരെ ഇഷ്ടമുള്ള അച്ഛൻ. അപ്പോൾ അച്ഛൻ പ്രത്യേക ദൂതൻ മുഖേന ഇങ്ങനെ നമ്മളിത് പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ തീർച്ചയായിട്ടും വരണം. അപ്പോൾ എനിക്ക് അച്ഛനത് വിളിക്കുന്നൊരു ബുദ്ധിമുട്ടില്ല, പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ട്, ഞാൻ എങ്ങനെ അവിടെ പോയി ഇരിക്കും, എങ്ങനെ അവിടെ കയറി ചെല്ലും. ഒരിക്കലും എന്നെ അവിടെ നിന്ന് പുറത്താക്കിയ ഒരു കോളേജിലേക്ക് വീണ്ടും കയറി വരിക എന്ന് പറയുമ്പോൾ എനിക്കൊരു വേണ്ടാത്ത ആവശ്യമില്ലാത്ത ഒരു വൈക്ലഭ്യം. ശരി, വേണ്ട, പോവാം. ഇപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മഹാന്മാരുടെ പിന്നിലും പുഴുക്കുത്തുള്ള കഥകൾ കാണും. അതെല്ലാം കളഞ്ഞു കുളിച്ചാണല്ലോ ഇവർ പൊതുജനരംഗത്ത് നിൽക്കുന്നത്. കുറേയൊക്കെ മറക്കാൻ പഠിക്കണം. അപ്പോൾ അന്നത്തെ ഏറ്റവും രസപ്രദമായിട്ട് ഞാൻ അച്ഛനെ ബഹുമാനിക്കുന്നൊരു കാര്യം, ഇങ്ങനെയുള്ള ചുറ്റുപാടുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കണം. അതിന് പ്രത്യേകമായ ഒരു നൈപുണ്യം വേണം. അപ്പോൾ ഞാനും സുരേഷ് ഗോപി ഇരിക്കുന്നു, കോളേജ് അങ്കണത്തിൽ പിള്ളേർ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്.
കോളേജ് വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ റൊസാരി അച്ഛൻ്റെ പ്രസംഗമാണ്. അപ്പോൾ അച്ഛൻ ആദ്യം സുരേഷ് ഗോപിയെ പറ്റിയാണ് പറഞ്ഞു. സുരേഷ് ഗോപി ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു, മിടുക്കനായിരുന്നു, അങ്ങനെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം സുരേഷ് ഗോപിയെ പറ്റിയുള്ളത് തീർത്തു. പിന്നെ എന്നെ പുള്ളി നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു കള്ള ലക്ഷണത്തിൽ നോക്കിയിട്ട് തലകുനിച്ചിരിക്കുകയാണ്. എനിക്കറിയാമല്ലോ എന്താ സത്യം എന്നുള്ള കാര്യം. പിന്നുള്ള കാലത്ത് ബാലേന്ദ്ര മേനോനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാലേന്ദ്ര മേനോൻ വളരെ എടുക്കാനാണ്. ബാലേന്ദ്ര മേനോൻ ഈ കോളേജിലെ വിദ്യാർത്ഥിയാണെന്ന് പറയുന്നത് ആയിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. ഞങ്ങൾക്കൊക്കെ വളരെ പ്രതീക്ഷയായിരുന്നു ബാലേന്ദ്രനിൽ അന്നും. അപ്പോഴൊക്കെ ഞാൻ കിട്ടുന്നില്ല. ഞങ്ങളൊക്കെ പ്രതീക്ഷ പറയുന്ന ബാലേന്ദ്രൻ വന്നു എന്നുള്ളതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോഴും എനിക്ക് പേടി, ഈശ്വര ഞാൻ ഇവിടുന്ന് എങ്ങനെ പോയെന്ന് വെച്ചാൽ സൂചിപ്പിക്കുമോ? ഇത്രയും പിള്ളേരിരിക്കുന്നിടയ്ക്ക് പറഞ്ഞാലോ എൻ്റെ അവസ്ഥ എന്താണ്? ബാലേന്ദ്ര മേനോൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇവിടെ അഡ്മിഷൻ വന്നു. പിന്നെ അപ്പോൾ എൻ്റെ ഹാർട്ട് അടിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ആൻറ്റി ക്രിസ്ത്യൻ ഉണ്ടാക്കിയെന്നും അതുകൊണ്ട് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതുകൊണ്ട് അഡ്മിഷൻ കൊടുക്കാൻ പറ്റിയില്ലെന്ന് അച്ഛൻ പറഞ്ഞാൽ തൽക്കാലത്തെ ഗ്ലാമറൊന്ന് മങ്ങും. എനിക്ക് ഞങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള ബാലേന്ദ്ര മേനോൻ വന്നിട്ട് ഞങ്ങളടുത്ത് ഇവിടെ തന്നെ പഠിക്കണം. വലിയ ആഗ്രഹമായിരുന്നു ഫാത്തിമ കോളേജിൽ പഠിക്കണം. ഞാൻ ബാലേന്ദ്ര മേനോനോട് പറഞ്ഞു, എടോ ഇയാൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഫാത്തിമ കോളേജിലെ അങ്കണത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോരുത്, അത് കേരളം ഒട്ടാകെ അറിയണം. അതുകൊണ്ട് ഞാനാണ് സജസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, പ്രബലമായൊരു കോളേജാണ്, അവിടെ പോയി പഠിച്ച് നിൻ്റെ മാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ജോയിൻ ചെയ്യാൻ പോയതെന്നുള്ളത് പിള്ളേരെല്ലാം കൈയടിക്കുന്നു. എൻ്റെ മനസ്സിൽ കൈയടിയും കാതിര പോകുന്നു. ഞാൻ അച്ഛൻ അങ്ങനെ വെപ്പിച്ചെടുത്തു. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അച്ഛൻ മനസാക്ഷിയോട് നീതി പുലർത്തി. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ എന്ന് പറയുന്ന കൊച്ചു കൊച്ചു വാശികളാണ്. ഈ വാശികളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രസം. ഇതിനേക്കാൾ വാശിയുള്ളൊരു സംഭവം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടി വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമാ സംവിധാനമാണ് ഞാൻ വരുന്നത്. അപ്പോൾ നാനയിൽ ജോയിൻ ചെയ്യാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, നാനയെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യാം, പക്ഷേ അവിടെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ഒരു കോഴ്സിന് ചേരാനുള്ള സമ്മതം തരണം, അവർ ചെയ്താൽ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അഡ്മിഷന് ഡയറക്ഷൻ കോഴ്സിന് അഡ്മിഷനായിട്ട് ശ്രമിക്കാൻ അവിടുത്തെ പ്രിൻസിപ്പലിനെ പോയി കണ്ടു. അപ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യും, നിങ്ങളുടെ ഒരു പത്രക്കാരനായിട്ടും നിങ്ങൾക്ക് സിനിമയെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ളത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, സാർ അതിനകത്തൊരു ചെറിയ വിഷമമുണ്ടായിരിക്കും. കാരണം ഞാൻ അറിയപ്പെടുന്ന ഒരു വാരികയുടെ ഒരു മദ്രാസ് എഡിറ്ററാണ്. ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടിയില്ല എന്ന് വന്നാൽ എനിക്കൊരു ക്ഷീണമാണ്. അപ്പോൾ സാറിൻ്റെ കോട്ടയിൽ തരാൻ സാറിന് ഉദ്ദേശമുണ്ടെങ്കിൽ അതിനുള്ള വകുപ്പുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും തരും. നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്കവിടെ സംവിധാനത്തിൽ ഒരു സീറ്റ് ഞാൻ ഉറപ്പായിട്ട് തരുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ ആരും അറിയും, ബാക്കി ആരും അറിയുന്നില്ല കാര്യത്തിൽ. അങ്ങനെ ഇൻ്റർവ്യൂവിനായിട്ട് നമ്മൾ പോകുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നാഗിറെഡ്ഡി എന്ന് പറഞ്ഞിട്ട് പ്രശസ്തനായ ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു സിനിമ സെലിബ്രിറ്റി ഉണ്ട്, പ്രിൻസിപ്പലുണ്ട്, അതുകൂടാതെ വിൻസൻ മാഷ്, ഭാർഗവി നിലയം തുടങ്ങാത്ത സിനിമകളുടെ സംവിധായകൻ. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുകയാണ്. ഇവർ മൂന്നുപേർ ഇരിക്കുമ്പം ഞാൻ അകത്തേക്ക് ചെല്ലുകയാണ്, കയ്യിൽ ഫയലൊക്കെ ഉണ്ട്. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന ഒരാളിൻ്റെ മനസ്സിലെ താല്പര്യം ഞാൻ മിടുക്കനാണെന്നവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ മിടുക്ക് ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർക്ക് വിഷമമുണ്ടാകാത്ത രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചെറിയ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഈ നടനെ എല്ലാവരും എന്നെ നോക്കി, അന്ന് സൈസൊന്നുമില്ല. അപ്പോൾ ഈ നാഗിറെഡ്ഡി അദ്ദേഹം ചോദിച്ചു, ഓക്കെ യു ആർ മിസ്റ്റർ ബാലേന്ദ്ര മേനോൻ? യെസ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദി പ്രസന്റ് ഡേ മലയാളം ഫിലിംസ് എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പെട്ടെന്നൊന്ന് ഇമ്പ്രസ് ചെയ്യാം. എല്ലാവരും തോന്നും നിങ്ങളാണെങ്കിലും തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു, സാർ 90% മലയാളം ഫിലിംസ് പ്രൊഡ്യൂസ് ദീസ് ഡേയ്സ് നത്തിങ് ബട്ട് ട്രാഷ്. ഇത് ഞാൻ പറയും, വിൻസൻ മാഷ് പെട്ടെന്ന് ഒരു തീ കൊളുത്തിയ പോലെ അങ്ങ് മുഖം മാറുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല വിൻസൻ മാഷ് ഇത്ര ഹോട്ട് ടെമ്പേർഡാണെന്ന്. വിൻസൻ മാഷ് നീണ്ടുണ്ട്, വാട്ട് ആർ യു സേയിങ്? മലയാളം ഫിലിംസ് ആർ ട്രാഷ്? ഹൗ കാൻ യു സേ ദാറ്റ്? ഹു ആർ യു ടു സേ ദാറ്റ്? അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇറ്റ്സ് നോട്ട് ദാറ്റ്. He asked me an opinion. No. What is your right to say Malayalam cinema is a trash? Who wants you to say like this? Are you not ashamed being a Malayali speaking about Malayalam films like this?
Sometimes I don't mean any. No, you have to mean it. I don't appreciate the way how you are making a comment about Malayalam cinema. You can make a comment, but not this type of comment, like blatantly saying and like rubbishing the whole cinema in Malayalam as trash is not a good quality in you. എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചൂടായി പോവാണ്. അപ്പോൾ ഇത് സമയത്ത് പ്രിൻസിപ്പൽ ഇങ്ങനെ നോക്കി എന്നെ നോക്കുന്നുണ്ട്, വിൻസൻ മാഷ നോക്കുന്നുണ്ട്, നാഗവഴി നോക്കുന്നുണ്ട്, എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. പക്ഷേ വിൻസൻ മാഷ നിർത്തുന്നില്ല. നിങ്ങളെപ്പോൾ ഒരു സിനിമ വരാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾ ആദ്യം സിനിമ പഠിക്കുക. ഫസ്റ്റ് യു നോ, ലേൺ അബൌട്ട് ദി സിനിമ, ദെൻ യു സ്റ്റാർട്ട് സേയിങ് അബൌട്ട് സിനിമ ഈസ് ഗുഡ് ഓർ ബാഡ്, യു ഷുഡ് സേ ഇറ്റ്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. കാരണം ഞാൻ പറഞ്ഞു ഐ എം സോറി എന്നൊന്നും വിൻസൻ മാഷ നിർത്താൻ പറ്റുന്നില്ല. എവറി മൊമെന്റ് ഈസ് ഗെയിനിങ് മൊമെന്റം. അപ്പോൾ എനിക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പായി. എന്നാൽ പിന്നെ നേരിട്ട് പോവാം. നമ്മുടെ തീരുമാനം എപ്പോഴും അങ്ങനെയാണ്. ഇനി നേരിട്ട് ഗ്രൂപ്പ് പറഞ്ഞ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞാൻ പ്രിൻസിപ്പലിനെ നോക്കുന്നുണ്ട്. ഓക്കെ, നൗ I have to see whether you are qualified to become a director or not. ഓക്കെ സാർ. പുള്ളി അവിടെ നിന്ന് പേന എടുത്ത് മേശപ്പുറത്ത്. Look at this pen now. ഞാൻ നോക്കി. Now tell me the colors of the shirt you are wearing. കഷ്ടകാലത്തിന് അന്ന് ഏതോ ഒരു ചെക്ക് ഷർട്ടായിട്ടിരുന്നത്. എനിക്കതിലെത്ര കളേഴ്സൊന്നും എനിക്കറിയില്ല. ടെൽ മീ ദ കളേഴ്സ് ഓഫ് ദ ഷർട്ട് യു ആർ വെയറിങ്. അപ്പോൾ ഐ വാസ് കോട്ട് അൺഅവേഴ്സ്. എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയത്തില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞു, സർ സോറി സർ, ഐ കനോട്ട് പിൻ പോയിന്റ് ദ കളേഴ്സ്. Then what is your qualification to become a director? Is this your observation power? You cannot specify the colors of the shirt you are wearing for the last how many hours, I don't know. But then how will you observe life and make a film as a director? അപ്പം എനിക്ക് പഴയ യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാനൊക്കെയാണ്. നമ്മളിങ്ങനെ അടങ്ങിയിരിക്കുന്നെങ്കിൽ നമ്മൾ ഉള്ളിൽ കത്തുമല്ലോ. വാട്ട് സോറി സർ, യു ആർ മിസ്റ്റേക്കൺ. യു ആർ ആസ്കിങ് മീ ദ നമ്പർ ഓഫ് കളേഴ്സ് ഓഫ് ദ ഷർട്ട്. ദാറ്റ് ഈസ് നോട്ട് ഒബ്സർവേഷൻ സർ. ഞാൻ പറയാം, the total impact of the colors in the shirt, if you ask me, I can tell you that. That is observation. Counting the number is not observation. In that respect, sir, I respect you as a filmmaker a lot. How many hairs you have on your head, which is there for the last so many years according to your age? ഇത് ഞാൻ പറഞ്ഞു. Only if ruined your age, come on, get out from there. ഞാൻ ആകെപ്പാടെ ചമ്മി പ്രിൻസിപ്പളാണ് നമുക്ക് കണ്ണെടുക്കുന്നു. കിട്ടത്തില്ലെന്ന് ഉറപ്പായി. ഞാൻ അത് കഴിഞ്ഞു, സോറി എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതായിരുന്നു എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻ്റർവ്യൂ. ഭയങ്കര നിരാശയായിപ്പോയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിലുള്ളപ്പോഴും ഇവിടെ ഈ മദ്രാസിൽ അമേരിക്കൻ ലൈബ്രറി സിനിമകൾ കാണിക്കും. അന്ന് ഞാൻ ഇവിടെ സിനിമകൾ കണ്ടതാണ് എൻ്റെ സിനിമയിലെ ആകെയുള്ള സമ്പത്ത്. അപ്പോൾ അവിടെ പലരും കാണാൻ വരും. കമലഹാസൻ വരും, വിൻസൻ അങ്ങനെ ഒരിക്കൽ വിൻസൻ മാഷ് എന്നെ കാണാൻ വന്നപ്പം അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പം ഐ കുഡ് ഫീൽ ദറ്റ് ഹി ലൈക്ക് മീ. മിസ്റ്റർ ബാല, അതെ നിങ്ങളിലൊന്ന് ഇൻ്റർവ്യൂ അന്വേഷണം കിട്ടിയില്ലല്ലേ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇല്ല സാർ കിട്ടിയില്ല. നെക്സ്റ്റ് ടൈം യു അപ്ലൈ കേട്ടോ, യു അപ്ലൈ ഇൻ മദ്രാസ് കോട്ടൺ, ആ പ്രോബ്ലം ഇല്ല സാർ, ദാറ്റ്സ് ഓക്കെ, ഐ ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ്. അതുകൊണ്ട് സംതിങ് വെൻ റോങ്, അതാണ്. ബിക്കോസ് ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്, അത്ര നമ്മൾ പറഞ്ഞു. ഞാൻ ഐ നോ സാർ, ബിക്കോസ് ദ മിസ്റ്റേക്ക് ഈസ് ഓൺ മൈ പാർട്ട്. ഐ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ ടു ബി ഇൻ എൻ ഇൻ്റർവ്യൂ സീൻ. മൈ കമൻറ്റ് വാസ് എ ലിറ്റിൽ അഗ്രസീവ്, ഐ നോ ദാറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നീങ്ങുന്നില്ലല്ലോ. നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഈ നേരത്തെ പറഞ്ഞ വിഷമമുണ്ട്, എന്നാലും എന്നെ ഗെറ്റ് ഔട്ട് ചെയ്ത് പുറത്ത് കളഞ്ഞല്ലോ. ഞാൻ എന്ത് പ്രതീക്ഷയോടുകൂടി പ്രിൻസിപ്പലിന് എനിക്ക് നേരത്തെ തരാമെന്നൊക്കെ പപ്പഴി ഇത് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും തിരുവനന്തപുരത്തുള്ള ചില ആൾക്കാർ, മദ്രാസുള്ളവരൊക്കെ നാട്ടിലേക്ക് ഇവർ അറിയിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്ത് പോയി, കിട്ടിയില്ല, ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് പുള്ളിയെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ വാർത്ത. വലിയ സന്തോഷമുള്ള ഇങ്ങനെയുള്ള കാര്യം പറയാൻ നമുക്ക് വലിയ സന്തോഷമല്ലേ. ഞാനൊന്ന് ഈ ചുരുക്കി പറഞ്ഞു, അതിലേക്ക് പിന്നെ ഞാൻ പറയും വിശദമായിട്ട്. ആ വർഷം ഞാൻ സംവിധാനം എന്ന കലയിൽ എൻ്റെ കരിശ്രീ കുറിക്കുകയാണ്. അങ്ങനെയാണ് ഉത്രാട രാത്രി എന്ന സിനിമ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ വിശദമായ കാര്യം പിന്നീട് പറയാം. ഞാൻ ഇപ്പം മാറ്ററിലേക്ക് വരാം. അപ്പോൾ എനിക്കതൊരു മുറിവേറ്റു. ആ പ്രിൻസിപ്പലിനെ നോവിച്ചു. കാരണം പ്രിൻസിപ്പലിനെ കുറ്റപ്പെടുത്തേണ്ട, എൻ്റെയാണ് കുഴപ്പമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളൊരു വിഷമം അത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. ഞാൻ ഉത്രാട രാത്രി ഷൂട്ടിംഗ് ചവറയിലായിരുന്നു. പടം കംപ്ലീറ്റ് ഷൂട്ടിംഗ് തീർന്നു. ഒരു ദിവസത്തെ വർക്ക് മാത്രം ബാലൻസ് വന്നു, ഒരു ദിവസത്തെ. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു മദ്രാസ് വെച്ച് തീർക്കാം. അന്ന് മദ്രാസിനാണ് എല്ലാം. ഞങ്ങൾ കേൾക്കേണ്ടതിൽ ഒരു വീടൊക്കെ അവിടെ എടുത്ത് താമസിക്കുക. അപ്പോഴാണ് ഇതിൽ നേരത്തെ ഒരു കുശൃതി, ഒരു വാശി. ഈ വാശികൾ വേണം. എന്തിനാ വാശിയൊക്കെ അല്ല ജീവിക്കുന്ന ലോകത്ത്,
ചെറിയ വാശികളാണ്, ആരെയും ഉപദ്രവിക്കുന്ന ഭാഷകളല്ല. ഞാൻ ഒരു രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി ചെന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ ഇരിപ്പുണ്ട്. അതെന്നും പറഞ്ഞു, അന്ന് നിങ്ങളെ വേറൊന്നുമില്ല, നിങ്ങളുടെ ആ ഇൻ്റർവ്യൂ സമയത്തുള്ള എനിക്കറിയാം സാർ, മിസ്റ്റേക്ക് ഈസ് മൈ പാർട്ട്, ഐ കുഡ് അവോയ്ഡ് ദാറ്റ്, ബട്ട് അതിന് വിധിയിലൊന്നും അറിയാം. നോ നോ, അങ്ങനെ വിധിയിലൊന്നും പറയരുത്. എന്താണ് പറഞ്ഞത്? യു അപ്ലൈ ദിസ് ടൈം, ഐ എം ഷുവർ ഐ എം ഗോയിങ് ടു ഗിവ് യു അഡ്മിഷൻ. വൈ ഷുഡ് ഐ അപ്ലൈ സർ? വൈ? യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്? നോട്ട് ദാറ്റ് ഐ എം ഇൻട്രസ്റ്റഡ് ഓർ നോട്ട് സർ, ഐ ഓൾറെഡി ബിക്കം എ ഡയറക്ടർ. അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. യു ബിക്കം എ ഡയറക്ടർ? യെസ് സർ. ഉത്തരാടരാത്രി, ദാറ്റ്സ് ദ ഫസ്റ്റ്, ദാറ്റ്സ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ഫിലിം. I just finished one schedule in Kerala. I am here to book your floor and I want you to be there to light the lamp. Actually he came. He said he will come, but some problem was there for him, so he was not there, but I could invite him. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഗെയിൻ റിട്ടേൺ ഓഫ് ദ പ്രോഡികളാണത്. കാരണം നമ്മളെങ്ങനെയാണോ അപഹാസനെ പുറത്താക്കപ്പെട്ടത്, അവിടെ നമ്മുടെ സ്വീകാരനാകുമ്പോൾ സന്തോഷം. ഇത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലായിരിക്കും, പക്ഷേ ഇറ്റ് വാസ് സംതിങ് very encouraging for me. And when he hear the story here, I am very sure that my people, my friends who are listening to my talk, you will be having your own sort of inspiration to come up. അതെനിക്കൊരു എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാനൊക്കെ കാര്യമായിരുന്നു. എന്നിട്ട് ആ സമയത്ത് അന്ന് എനിക്ക് കിട്ടാതിരിക്കുക, അഡ്മിഷൻ കിട്ടിയതാണ് നമ്മുടെ തോപ്പിൽ ഫാദർ സാറിൻ്റെ മകൻ അജയനാണ് കിട്ടിയത്. അതായത് പെരുന്തച്ചൻ, അദ്ദേഹത്തിൻ്റെ അക്കരയുടെ ഇഷ്ടപ്പെട്ട സിനിമ തിലകൻ്റെ മാർവലസ് പെർഫോമൻസൊക്കെ ആയിട്ട് അദ്ദേഹത്തിനാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് ആ സമയത്ത് എങ്ങാണ്ട് കണ്ടതല്ലാതെ പിന്നെ ഞങ്ങൾ ജയനോട്ട് പോലും ഞാൻ പിന്നെ അധികം കാണാനൊന്നും പറ്റിയില്ല. അതാണല്ലോ ജീവിതം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ല പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പെട്ടെന്ന് ആലോചിക്കുക, ഒന്നാമത്തെ കാരണം ഞാനിത് എൻ്റെ ആത്മകഥ എന്നുള്ള രീതിയിൽ പറയുന്നെങ്കിലും എൻ്റെ മനസ്സിനെ ഞാൻ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഇവിടെ എല്ലാം മെയ്യുന്ന കൂട്ടത്തിൽ കൊണ്ടുവരുന്ന വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് റോഡിൽ തന്നെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും പോകേണ്ടത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് തന്നെയാണ്. കാരണം അവിടെ ഞാൻ ജിയോളജിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, മറ്റു പ്രവൃത്തികൾക്കൊന്നും പോലെ പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞെങ്കിലും വിധി വേറൊരു രീതിയിലായിരുന്നു. അവിടെ എനിക്ക് ഒട്ടും പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഞാൻ വേറൊരാളായിട്ട് മാറുകയായിരുന്നു. അതിലേക്ക് വെൽക്കം നെക്സ്റ്റ് ഫ്രൈഡേ. നായിക ആരോടും ചോദിച്ചാൽ നായിക പെട്ടെന്ന് ദാമോട്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് വന്നപ്പം ഇവിടെ സെറ്റ് ചെയ്തിരുന്ന വിഗ് സൈഡിൽ ഇരുന്ന് റാണിക്കകത്ത് കുത്തി അത് അതിൽ കുരുങ്ങി ഇവിടെ മൊട്ടച്ചയായിട്ട് രംഗത്ത് കയറുന്നത് ആൾക്കാരുടെ കൂവലിൻ്റെ അഭിഷേകം. പക്ഷെ ആ രൂപത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ 25 മിനിറ്റ്സുള്ള നാടകം പൂർത്തിയാക്കി.